ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കുമുറുകുന്നു. പരിശോധിച്ച പകുതിയോളം ശബ്ദരേഖകൾ രാഹുലും അതിജീവിതയും തമ്മിലുള്ളത് തന്നെയെന്ന് സ്ഥിരീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം. ശബ്ദരേഖയിൽ കൃത്രിമം നടന്നിട്ടില്ലെന്നും SIT. ബാക്കിയുള്ള ശബ്ദരേഖകളുടെ പരിശോധനയും ഉടൻ പൂർത്തിയാകും. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടർ. എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടിട്ട്. എനിക്കാകെ വയ്യാണ്ടിരിക്കുവാണ്. വയ്യാണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കും. ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് ഇഷ്ടമേ എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അതിജീവിതയും തമ്മിലുള്ള ശബ്ദ സംഭാഷണവും ശബ്ദരേഖയും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചാണ് പരിശോധന പൂർത്തിയാക്കിയത്. പരിശോധന പൂർത്തിയായ പകുതിയോളം ശബ്ദരേഖകളും രാഹുലും അതിജീവിതയും തമ്മിലുള്ളത് തന്നെയെന്ന് പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. പബ്ലിക് ഡൊമൈനിൽ നിന്നാണ് രാഹുലിന്റെ ശബ്ദ സാമ്പിൾ എടുത്തത്. ശബ്ദരേഖയിൽ കൃത്രിമം നടന്നിട്ടില്ലെന്നും SIT ഉറപ്പിച്ചു. ഇതോടെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ കുരുക്കുമുറുകയാണ്. ഇതുവരെ പുറത്തുവന്ന ശബ്ദ സംഭാഷണങ്ങൾ തന്റേതല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിരുന്നില്ല. മാധ്യമങ്ങളുടെ നിരന്തരം ചോദ്യങ്ങളിൽ നിന്നും രാഹുൽ ഒഴിഞ്ഞു മാറിയിരുന്നു. നടക്കുകയല്ലേ സഹോദര? ഞാനത് പറഞ്ഞല്ലോ. നിങ്ങളിത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളിത് എന്റേതാണെന്ന് പറഞ്ഞ് ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്റെയോട് ചോദിക്കുന്നില്ല, ഇത് നിങ്ങളുടെയാണോ ചോദിക്കുന്നില്ല. മെഡിക്കൽ തെളിവുകളുമായി ബന്ധപ്പെട്ട യുവതി നൽകിയ മൊഴികൾ ഡോക്ടർമാരും ശരിവെച്ചതാണ്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലും യുവതിയുമായി ബന്ധമുണ്ടെന്ന് രാഹുൽ സമ്മതിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.